ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പെസഹ ആരാധനയിലൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് 2025 വർഷത്തിൽ നോമ്പാചരണത്തിലൂടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ, കർത്താവായ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്ത മഹത്യാഗത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വീണ്ടും ഒരു പെസഹയുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പെസഹ നമുക്ക് നൽകുന്ന ആത്മീയ ചിന്ത സംഹാരകൻ കടന്നുപോയി എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തു ജീവൻ നൽകുന്ന അപ്പം എന്നുള്ളതാണ്. കർത്താവായ യേശു ഈ ലോകത്തിന് നിത്യജീവൻ പ്രദാനം ചെയ്യുവാനാണ് ഈ ഭൂമിയിൽ അവതരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ജീവൻ എന്ന പദം യേശു ക്രിസ്തുവിനോടും ഈ ലോകത്തോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദമാണ്. ദൈവത്തിൽ നിന്നുമാണ് ജീവന്റെ ഉത്ഭവം. നിത്യജീവൻ എന്ന് പറയുമ്പോഴും അതും സർവശക്തനായ ദൈവത്തിലൂടെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യേശു പറയുന്നത്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമായി അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തിന് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ ഈ ഭൂമിയിൽ അവതരിച്ചവനാണ് കർത്താവായ യേശു. ആ യേശു നമുക്ക് വേണ്ടി ചെയ്ത മഹത്യാഗം, യേശുവിന്റെ രക്തവും ശരീരവും നമുക്ക് വേണ്ടി യാഗമായി സമർപ്പിക്കുന്നതായ അവരനുഭവം, ആ യാഗത്തിലൂടെയാണ് നാം നിത്യ ജീവന് അവകാശികളായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ജീവനെ നശിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ ജീവന്റെ ദാതാവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ളതായ ആ നിത്യ ജീവന്റെ അനുഭവത്തെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നിത്യ ജീവൻ എന്ന് പറയുമ്പോൾ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നതായ ഒരു അനുഭവമാണ്. ജീവനും നിത്യ ജീവനും, ഇന്ന് പലപ്പോഴും ഇത് രണ്ടിന്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ക്രൈസ്തവ ചിന്തയിൽ ജീവനെ ഭൗതിക ജീവനെന്നും ദൈവം ക്രിസ്തുവിൽ കൂടെ നൽകപ്പെട്ടതായ നിത്യ ജീവനെന്നും രണ്ട് തലങ്ങളിലൂടെ വിവക്ഷിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ജീവന്റെ ഉറവിടവും ദൈവം തന്നെയാണ്. ആ ദൈവം നേരിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച് തന്നെ തന്നെ യാഗമായി സമർപ്പിച്ച് മനുഷ്യന് നിത്യ ജീവന്റെ ഓഹരിക്കാരാക്കി തീർക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ജീവനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതായ ഒരു അനുഭവമാണ് നിത്യ ജീവൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. യേശു പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ ദൈവത്തിന്റെ ഉദാത്തമായ സൃഷ്ടിയും ദൈവത്തിന്റെ ദാനവുമാണ്. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ദൈവം ഈ ഭൂമിയിലേക്ക് അവതരിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, അത് യേശു ഈ ഭൂമിയിൽ പാപപരിഹാര യാഗമായി തീർന്ന് ആ യാഗത്തിലൂടെയാണ് നിത്യ ജീവനെ നാം ഓഹരിക്കാരായിത്തീരുന്നത്. ഇപ്പോൾ സൃഷ്ടിയിൽ കൂടെ ദൈവം തന്റെ ദാനമായ ജീവനെ ഈ ലോകത്തിന് പങ്കിട്ട് നൽകുന്നുണ്ട്. ഈ പങ്കിടൽ ഈ നാളുകളിലും ദൈവം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിയുടെ അനുഭവത്തിൽ
ദൈവം നൽകിയ ജീവന്റെ അനുഭവം, ദൈവം നേരിട്ട് നിത്യജീവനിലൂടെ നമുക്ക് നൽകുമ്പോൾ മരണകരമായ ജീവിത അനുഭവങ്ങളിൽ നിന്ന് മാറി ഒരു നിത്യജീവന് ഓഹരിക്കാരായി തീരുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. കർത്താവായ യേശു പെസഹ ആചരിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി നുറുക്കപ്പെടുമ്പോൾ, ആ ശരീരവും രക്തവും നാം പങ്കിടുമ്പോൾ ഇവിടെ ക്രിസ്തുവിന്റെ ജീവൻ, നിത്യ ജീവൻ നൽകുന്നതായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചിന്ത ക്രിസ്തുവിന്റെ ജീവൻ നിത്യ ജീവൻ നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലെ 47-48 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുവിനെ വിവിധ സാദൃശ്യങ്ങളിലൂടെ യോഹന്നാൻ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്, യേശു ജീവൻ എന്നും നിത്യജീവൻ എന്നും ജീവന്റെ അപ്പം എന്നും ജീവന്റെ ജലമെന്നും ലോകത്തിന്റെ വെളിച്ചം എന്നുള്ളതായ വിശേഷണങ്ങൾ വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ യേശുവിന് നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് അത് കർത്താവായ യേശുവിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന് വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പവും വെള്ളവും നമ്മുടെ ഭൗതിക ജീവന്റെ നിലനിൽപ്പിന് എപ്രകാരം ആവശ്യമായിരിക്കുന്നുവോ അതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മീകമായ ജീവിതത്തിന് നിത്യജീവൻ നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കും. അപ്പോൾ ഈ നിത്യജീവൻ ക്രിസ്തു നൽകുന്നതായ ഒരു അനുഭവമായിട്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശീമോൻ പത്രോസ് യേശുവിനോട് പറഞ്ഞത്, നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. അപ്പോൾ നിത്യജീവനെ അവകാശമാക്കുവാൻ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും വിശ്വാസത്താൽ പാനം ചെയ്യുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനിൽ നിലനിൽക്കുവാനായിട്ട് കഴിയൂ. യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്നത് നിത്യജീവൻ മരണാനന്തരം ലഭിക്കുന്ന ഒന്നല്ല, പിന്നെയോ ഈ ലോകത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവന് ഈ നിത്യജീവൻ അവകാശിയായി തീരുകയാണ്. അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ക്രിസ്തുവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ഈ നിത്യജീവന് അവകാശിയായി തീരുവാനായിട്ട് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. വിശ്വാസത്താൽ നാം കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും നാം പാനം ചെയ്യുമ്പോൾ നമുക്ക് ആ നിത്യ ജീവന്റെ ഓഹരിക്കാരായി തീരുവാനായിട്ട് കഴിയുമെന്നാകുന്നു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ പെസഹ ദിവസം നാം ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വന്നത് അതേ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും വിശ്വാസത്താൽ പാനം ചെയ്ത് ആ നിത്യജീവനെ ഓഹരിക്കാരായി തീരുവാനാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസ രാഹിത്യം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണകരമായ അനുഭവങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരായി പോകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതം മരണകരമായ അനുഭവങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നാകുന്നു ദൈവ വചന ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ഭൂമിയിൽ സംഭവിച്ചു. അങ്ങനെ മരണകരമായ അനുഭവം
അനുഭവത്തിൽ നിന്നും മനുഷ്യനെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ അതെ ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ ക്രിസ്തു ആ യേശു തമ്പുരാൻ തന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി മുറുക്കപ്പെട്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീരുകയാണ്. ആ യേശുവിന്റെ യാഗം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മെ നിത്യ ജീവന് ഓഹരിക്കാരാക്കി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ ആ പരമമായ യാഗത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യ ജീവൻ എന്ന് പറയുന്നത് അതിരുകൾക്ക് അപ്പുറമുള്ളതായ ഒരു നിത്യ ജീവന്റെ അനുഭവമാണ്. ഇത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് വിശ്വാസത്താലാണ്. അത് പൂർണ്ണമായി കർത്താവായ യേശുവിൽ നാം വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് നിത്യ ജീവന് ഓഹരിക്കാരായി തീരുവാനായിട്ട് കഴിയും. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിത്യ ജീവൻ നൽകുന്ന ജീവൻ എന്നാകുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മുടെ ജീവിത അനുഭവങ്ങൾ ഇന്ന് നാം മരണകരമായ അനുഭവങ്ങളിൽ എത്തി നിൽക്കുന്നുവോ, ജീവന്റെ അനുഭവത്തിലേക്ക്, നിത്യ ജീവന്റെ അനുഭവങ്ങളിലേക്ക് നാം എത്തി നിൽക്കുന്നുവോ എന്ന് ഒരു സ്വയം ശോധനയോടുകൂടെ കർത്തൃമേശയിലേക്ക് കടന്നു വന്ന് കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും നാം പാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, നമുക്കുള്ളതായ വിശ്വാസ രാഹിത്യം, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നും പരിപൂർണമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അത് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നിത്യ ജീവൻ ഓഹരിക്കാരായി തീരുവാൻ ദൈവം നമുക്ക് നല്ല ചിന്ത നൽകുകയാണ്. രണ്ടാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ ജീവൻ മരണത്തിൽ നിന്ന് ജീവൻ നൽകുന്നതാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 49-50 വാക്യങ്ങളിൽ യേശു പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങുന്ന അപ്പം ഞാനാകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ മരണം ഈ ലോകത്തിലെ നിത്യ സംഭവമാണ്. ഈ മരണത്തിൽ നിന്നും നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ അത് സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം, ആ കർത്താവായ യേശുവിനെ വിശ്വാസത്താൽ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് ജീവന്റെ ഓഹരിക്കാരായി തീരുവാനായിട്ട് കഴിയുമെന്നതാണ്. ഇവിടെ യേശുക്രിസ്തുവിൽ നിന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, നാം കർത്തൃമേശയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും നാം വിശ്വാസത്താൽ പാനം ചെയ്യുമ്പോൾ യേശുവിന്റെ ആ ശരീരം നമ്മെ ജീവസിദ്ധമായ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ കർത്തൃമേശയിലൂടെ നാം യേശുക്രിസ്തുവിന്റെ അനുഭവക്കാരായി തീരുമ്പോൾ, അതായത് യേശുക്രിസ്തുവിനെ നാം അനുഭവിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ നമ്മുടെ ശരീരത്തിൽ സ്വീകരിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിന്റെ ആ ജീവന്റെ പങ്കാളികളായി നാം മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് മരണകരമായ അനുഭവങ്ങളിൽ, വളരെ വേദനാജനകമായ ജീവിത അനുഭവങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവായ യേശുവിനെ നാം സ്വീകരിച്ച് ഒരു ജീവസുദ്ധമായ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശു പറയുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനും മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ളതായ ഒരു ജീവിതവും ലഭ്യമാകൂ എന്നാകുന്നു വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ജീവന്റെ അപ്പമായ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നാം പ്രവേശിക്കുമ്പോൾ മരണകരമായ അവസ്ഥകളെല്ലാം മാറ്റപ്പെട്ട് നാം പുതിയൊരു അനുഭവത്തിലേക്ക്, അത് ജീവന്റെ അനുഭവങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. 1982 മോസ്കോയിൽ വെച്ച് നടന്ന അഖില ലോക മത സമ്മേളനത്തിൽ ആണവ യുദ്ധങ്ങളുടെ ആപത്തിൽ നിന്നും ഈശ്വരന്റെ ദാനമായ ജീവനെ പരിരക്ഷിക്കുക എന്നുള്ളതായ ഒരു സിംപോസിയം അവരവിടെ അവതരിപ്പിച്ചു. അപ്പോൾ ഇന്ന് ലോകത്ത് ആധുനിക സംസ്കാരം,
ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വേരൂന്നിയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവന്റെയും മരണത്തിന്റെയും ഘടനകൾ ഒരുപോലെ ഇന്ന് സൃഷ്ടിക്കപ്പെടുവാൻ ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ ജീവന്റെ ഘടനകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനുമപ്പുറമായി മരണത്തിൻ്റെതായ അതേ ഘടനകളും ഈ ശാസ്ത്രത്തിന്റെ വകയായി ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വ്യാവസായവൽക്കരണത്തിലൂടെ മനുഷ്യന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു എങ്കിലും അതിനും അപ്പുറമായി സങ്കീർണമായ പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ ജീവന്റെ നിലനിൽപ്പ് അപകടകരമായ ഒരു അനുഭവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും ലോകം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആണവ ആയുധങ്ങളും പരിസ്ഥിതി മലിനീകരണങ്ങളും. ഇത് രണ്ടും ഇന്ന് മനുഷ്യ ജീവനെ വരുത്തി വെച്ചിരിക്കുന്ന ആപത്തുകൾ. അത് ക്രൈസ്തവ സഭ കാണാതെ പോകുന്നത് അത്ര ശരിയായ ഒരു അനുഭവമല്ല എന്നാണ് ഈ നാളുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇന്ന് ലോകം ശാസ്ത്രം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും മനുഷ്യനെ സംഹരിക്കുവാനുള്ള ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെടുത്തുവാനുള്ളതായ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് കൂടുതലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൈവം ലോകത്തെ സ്നേഹിച്ച് ലോകത്തിന് ജീവൻ നൽകുക മാത്രമല്ല നിത്യജീവനെയും നൽകി എന്നുള്ളതാണ്. അങ്ങനെ ദൈവം സ്നേഹിച്ച ഈ ലോകത്തെ നിത്യജീവന്റെ സംരക്ഷകരായി നിലനിൽക്കുവാനാണ് ദൈവം സഭയെ ഇന്ന് നിയോഗിച്ചിരിക്കുന്നത്. നാം ഈ പെസഹ ആചരിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും നാം ഇന്ന് പാനം ചെയ്യുമ്പോൾ മരണകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മനുഷ്യ ജീവിതത്തിൽ ഈ ലോകക്രമം അനുസരിച്ച് ആദ്യം ജീവിതം, പിന്നെ മരണം എന്നുള്ളതാണ്. ജീവിക്കുന്നു, മരിക്കുന്നു. എന്നാൽ ദൈവിക പ്രമാണം അനുസരിച്ച് അത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണം, അതിനെ തുടർന്നുള്ള പുനരുത്ഥാനവും കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിത്യ ജീവന് നമ്മെ ഓഹരിക്കാരാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവ വചനം നാം ചിന്തിക്കുമ്പോൾ ഇന്ന് മരണത്തിന്റെ അവസ്ഥകൾ തളം കെട്ടി നിൽക്കുന്ന ഈ ലോക ജീവിത സാഹചര്യങ്ങളിൽ ജീവനെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നിത്യ ജീവനെ പരിപോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന നിരവധി ശക്തികൾ സാമൂഹികമായും വ്യക്തിപരമായും ശക്തി ആർജിക്കുന്നു എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഒന്നാമത് അത് മയക്ക് മരുന്നുകളും അതുപോലെ തന്നെ മദ്യവും ലഹരിയും മനുഷ്യനെ മരണകരമായ അനുഭവത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇവിടെ സഭ പെസഹ ആചരിക്കുമ്പോൾ ജീവന്റെ ദാതാവായ യേശു തന്നെ ജീവന്റെ അപ്പമാക്കി നമുക്ക് നൽകുമ്പോൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ഭവനങ്ങളിലും മരണകരമായ മദ്യമോ ലഹരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവയ്ക്ക് അതീതമായി നമുക്ക് ജീവന്റെ സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ സഭയുടെ ദൗത്യം നാം ഓരോരുത്തരും ഏറ്റെടുത്താൽ മാത്രമേ ഈ പെസഹ അർത്ഥവത്തായി നമുക്ക് ആചരിക്കുവാനായിട്ട് കഴിയൂ. രണ്ടാമത്, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ എവിടെയെല്ലാം നടക്കുന്നുവോ അതെല്ലാം മരണകരമായ അനുഭവങ്ങളാണ്. ഇന്ന് രാഷ്ട്രീയമായും സാമൂഹ്യപരമായും അതേ പലവിധമായിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ ജീവന്റെ ദാതാവായ യേശുവിന്റെ ശരീരവും രക്തവും നാം പാനം ചെയ്യുമ്പോൾ ഇങ്ങനെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനുള്ള, ജീവന്റെ തുടിപ്പ് നിലനിർത്തുവാനുള്ള, നിത്യ ജീവന്റെ ഓഹരിക്കാരാക്കി തീർക്കുവാനുള്ള ആ ഒരു പോരാട്ടത്തിൽ
നാം പങ്കുചേരണം എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറപ്പെട്ടില്ല എങ്കിലും മരണകരമായ അനുഭവങ്ങളിലേക്ക് തന്നെ നാം കടന്നു പോകും. അതൊക്കെയുള്ളവരെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായിരിക്കുന്ന ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത് മനുഷ്യന്റെ ജന്മ അവകാശമാണ്. ഈ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവെങ്കിൽ അത് ജീവന് എങ്ങനെ നിലനിൽക്കുവാനായിട്ട് കഴിയും? അതുകൊണ്ട് മരണകരമായ ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങളിൽ നിന്നും അത് ജീവന്റെ ആ ഒരു നിത്യജീവന്റെ അനുഭവങ്ങളിലേക്ക് സമൂഹത്തെ കൈപിടിച്ചുയർത്തുവാൻ സഭയ്ക്ക് ഇന്ന് കഴിയണമെന്നാകുന്നു നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത, മാനുഷിക ബന്ധങ്ങളിൽ ഇന്ന് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടതായ ഒരു ഭാഗം, പെസഹ ആചരിക്കുമ്പോൾ കർത്താവായ യേശു ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന് വാഴ്ത്തി നുറുക്കി നമുക്ക് നൽകുമ്പോൾ നാം നിത്യ ജീവനെ ഓഹരിക്കാരായി തീരുകയാണ് ചെയ്യുന്നത്. യേശു പറയുന്നത്, ഞാൻ ജീവനുള്ള അപ്പം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇപ്പോൾ യേശുവാകുന്ന ജീവനുള്ള അപ്പം നാം തിന്നുമ്പോൾ ആ യേശു മൂലം നിത്യജീവനെ നാം ഓഹരിക്കാരായി തീരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ന് പലപ്പോഴും മാനുഷിക ബന്ധങ്ങളിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പരിണിത ഫലങ്ങളാണ് ഇത്. വിവാഹ മോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള ശത്രുത്വം വർദ്ധിക്കുന്നു. മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള അന്തരം വളരെ വലുതാകുന്നു. ഇവിടെ എല്ലാം മരണങ്ങളാണ് സംഭവിക്കുന്നത്. ബന്ധങ്ങൾ മരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ജീവന്റെ ദാതാവായ യേശുവിനെ നാം ആരാധിക്കുമ്പോൾ ബന്ധങ്ങൾ മരണകരമായ അനുഭവങ്ങളിലാണോ നമ്മുടെ ജീവിതങ്ങളിൽ എത്തി നിൽക്കുന്നത് എന്ന് നാം ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും നാം വിശ്വാസത്താൽ പാനം ചെയ്യുമ്പോൾ മരണകരമായ ബന്ധനങ്ങളെല്ലാം മാറി ജീവന്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അതെ, കുടുംബ ജീവിതത്തിൽ പുതിയൊരു ജീവൻ, വ്യക്തിബന്ധങ്ങളിൽ പുതിയൊരു ജീവൻ, അതെ, സാഹോദര്യ ബന്ധങ്ങളിൽ പുതിയ ഒരു ജീവൻ, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളിൽ പുതിയ ഒരു ജീവന്റെ തുടിപ്പ്, അതാകുന്നു നിത്യ ജീവനിലേക്കുള്ളതായ നമ്മുടെ പ്രയാണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നിത്യ ജീവൻ ഈ ഭൂമിയിൽ തന്നെയാണ് എന്നുള്ളതാണ്. നാം ഇന്ന് നിത്യമായ മരണത്തിന്റെ വക്രതകളിൽ പെട്ട് നാം ഇന്ന് നമ്മുടെ മനസ്സുകളെ ആ ഒരു ചിന്താഗതികളിലൂടെ മുമ്പോട്ട് നയിക്കുമ്പോൾ അത് നിത്യ ജീവന്റെ ഓഹരിക്കാരായി തീരുവാൻ, നിത്യ ജീവന്റെ അവകാശികളായി തീരുവാൻ, അതെ, മാനുഷിക ബന്ധങ്ങളിൽ ജീവസുറ്റതായ അനുഭവങ്ങളിലേക്ക് നാം വളരേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, തീവ്രവാദവും ഇന്ന് രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതായ യുദ്ധങ്ങളും മരണകരമായ അനുഭവങ്ങൾ തന്നെയാണ് മനുഷ്യ ജീവിതത്തിന് മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള പൈശാചിക ചിന്തകളിൽ നിന്ന് ജീവന്റെ അനുഭവങ്ങളിലേക്ക്, മരണത്തിൽ നിന്നും ജീവന്റെ അനുഭവങ്ങളിലേക്ക് മനുഷ്യ മാനവകുലത്തെ നമുക്ക് നയിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെയാണ് മരണകരമായ അവസ്ഥകൾ മാറി ജീവന്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ മനുഷ്യ ജീവനെ ഹനിക്കുന്ന അനവധി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. മനുഷ്യ ജീവിതത്തെ ഹനിക്കുന്ന അനേക പ്രവർത്തികൾ ഒരുപക്ഷേ നാം അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഈ മരണകരമായ അവസ്ഥകളെ മാറ്റി ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുവാനാണ് ഈ പെസഹ ദിവസം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത്. ക്രൈസ്തവ സഭയും സമൂഹത്തിന്റെ മരണകരമായ അവസ്ഥകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഒരു നിത്യ ജീവൻ നൽകുന്ന അനുഭവമായി, ക്രിസ്തുവിന്റെ ശരീരമായ ജീവനുള്ള അപ്പമായി രൂപാന്തരപ്പെടേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നാം സ്മരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ ജീവൻ സ്വയം പരിത്യാഗ യാഗം ആകുന്നു എന്നുള്ളതാണ്. യേശു ജീവന്റെ ദാതാവാണ്, നിത്യ ജീവന്റെ ഉറവിടമാണ്. യേശു
മരണത്തിന്റെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് ജീവൻ നൽകിയ ദൈവമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. ഇവിടെ നമ്മളധികം ചിന്തിക്കേണ്ടതായ ഒരു ഭാഗം, യേശു പറയുന്നത് ലോകത്തിന്റെ ജീവന് വേണ്ടി, ലോകത്തിൽ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി, ഈ ലോകത്തിൽ നിത്യജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു. യേശു തന്നെ സ്വയം പരിത്യാഗമായി അത് ഈ ലോകത്തിന് വേണ്ടി തന്നെ നോക്കുകയാണ്. ഇവിടെ ക്രിസ്തുവിന്റെ യാഗം സകലർക്കും വേണ്ടിയുള്ളതായ ഒരു അനുഭവമായി മാറ്റപ്പെടുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, മരണകരമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ലോകം, മരണകരമായ അനുഭവങ്ങളിൽ എത്തി നിൽക്കുന്ന മാനവകുലം, ഇവിടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ന് ആധുനിക ശാസ്ത്രവും അതുപോലെ മനുഷ്യനും വ്യഗ്രത കൊണ്ടുപോകും. ഇവിടെ യേശു പറയുകയാണ്, അതെ, ഞാൻ ആകുന്ന അപ്പം ലോകത്തിന് ജീവൻ നൽകുന്ന ജീവന്റെ അപ്പമാകുന്നു എന്നുള്ളതാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അത് വിശ്വാസത്താൽ യേശുവിനെ അംഗീകരിക്കുകയും വിശ്വാസത്താൽ യേശുവിന്റെ ശരീരവും രക്തവും പാനം ചെയ്യുമ്പോൾ അത് ജീവന്റെ തുടിപ്പുകളായി നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് കഴിയും. നിർജീവമായ അനുഭവങ്ങളിൽ, മരണകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിതം നയിക്കുന്ന ദൈവജനമേ, ഇവിടെ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന അരുളപ്പാട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നാം ഇന്ന് ഒരു പെസഹ ആചരണത്തിന്റെ ഭാഗമായി കർത്താവായ യേശുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ചുകൊണ്ട് യേശുവിന്റെ ശരീരവും രക്തവും വിശ്വാസത്താൽ പാനം ചെയ്യുവാനായിട്ട് നാം പോവുകയാണ്. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവനിൽ നിന്നും നിത്യ ജീവനിലേക്കുള്ള ഒരു പ്രയാണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അതേ പ്രിയമുള്ളവരെ, മരണകരമായ അനുഭവങ്ങളിൽ നിന്നും ഒരു പുതിയ ജീവന്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നാം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ സ്വയം പരിത്യാഗയാഗം നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതായ ഒരു അനുഭവമാണ്. ആ യേശു ക്രിസ്തുവിന്റെ സ്വയം പരിത്യാഗ യാഗമാണ് പെസഹയിലൂടെ നാം ആചരിക്കപ്പെടുന്നത്. ഈ പെസഹ നാം ആചരിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതായ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വിനയത്തിന്റെ, താഴ്മയുടെ, മറ്റുള്ളവർ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതായ ഒരു മനോഭാവത്തോടുകൂടെ യേശു ക്രിസ്തുവിന്റെ ആ കർത്തൃമേശയിലേക്ക് നാം പ്രവേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിൽ പുതിയൊരു ജീവന്റെ തുടിപ്പ്, ഒരു നിത്യജീവന്റെ അനുഭവം, മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അത് ഈ ലോകത്തിന്റെ രക്ഷകനായ, ഈ ലോകത്തിന് ജീവൻ പകരുവാനായി കടന്നു വന്ന കർത്താവായ യേശുവിനെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്വീകരിച്ച് വിശ്വാസത്താൽ അത് ആ നിത്യ ജീവന് മോഹരിക്കാരായി തീരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.